ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചുവന്ന മുളകും മല്ലിയും ഞാൻ എങ്ങനെയാണ് മേടിച്ച് കഴുകി വൃത്തിയിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തതെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ കഴുകി പൊടിച്ച് സ്റ്റോർ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും, ചെയ്യാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. എൻ്റെ സിസ്റ്റർ ഇൻ ലോം പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട്, നല്ല ചളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ മേടിച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മനസ്സിനൊരു തൃപ്തി ഉണ്ടാകുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ ചെയ്തത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ്, പക്ഷെ ഇത് കൊള്ളണ്ടായിരുന്നില്ല. ഇത് 1 കിലോൻ്റെ കുറച്ചും കൂടുതലുണ്ട്. പിന്നെയാണ് ഞാൻ ഈ വലിയ ടബ് എടുത്തത്. ഇതപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴുകി കണ്ടില്ലേ, നല്ല ചളിയുണ്ട്. ഇപ്പോൾ വീണ്ടും കഴുകിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം വെള്ളം ക്ലിയർ ആവുന്ന വരെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. മറ്റേ ഒരു സ്ട്രെയിനറിൽ ഇങ്ങനെ ഊറ്റി എടുക്കുകയാണ്. അപ്പോൾ വെള്ളവും അങ്ങോട്ട് വേഗം വാർന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി എടുക്കുകയാണ്. അപ്പോൾ ആ ചളിയൊക്കെ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അങ്ങനെ കഴുകി സ്ട്രെയിനറിലെടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ പറഞ്ഞു നമുക്കിത് വാഷിംഗ് മെഷീനിലിട്ട് സ്പിൻ ചെയ്യാം. അതായത് പില്ലോ കവറിലിട്ടിട്ട് വാഷിംഗ് മെഷീനകത്ത് സ്പിൻ മോഡിലിട്ട് കഴിഞ്ഞാൽ വേഗം വെള്ളം പോയി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ വെജിറ്റബിൾ സാലഡ് സ്പിന്നറിലേക്ക് ഞാൻ ഇടുകയാണ്, എന്നിട്ട് സ്പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പിൻ ചെയ്യുമ്പോൾ വെള്ളം കുറച്ചൊക്കെ ഇതിൽ നിന്ന് പോയി കിട്ടും. പിന്നെ നമുക്ക് വേഗം ഉണക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ സാലഡ് സ്പിന്നറിൽ ഞാൻ കുറേശ്ശെ മല്ലിയിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്തെടുക്കണേ. കണ്ടില്ലേ, ഇപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്, വെള്ളം അടിയിൽ വീണിട്ടുമുണ്ട്. അപ്പോൾ ഈ അകത്തെ ബാസ്ക്കറ്റ് എടുത്തിട്ട് ഈ ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അഥവാ ഇനി വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ വാർന്ന് പൊക്കോളും. അപ്പോൾ ഇങ്ങനെ ബാക്കി എല്ലാ മല്ലിയും ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ സ്പിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതും എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ മല്ലി കഴുകി ഇപ്പോൾ 2 ഈ ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം പോട്ടെ എന്നും പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് മുളക്, ചുവന്ന മുളകാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചുവന്ന മുളകും പിരിയൻ മുളകും മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ചുവന്ന മുളക് മാത്രം, അതിപ്പോൾ വെളിയിൽ കൊണ്ടുവന്നിട്ടാണ് കഴുകുന്നത്. അതും ഈ പറഞ്ഞ പോലെ 3-4 പ്രാവശ്യം ക്ലിയർ ആവുന്നവരെ കഴുകി. എന്നിട്ടിപ്പോൾ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. മല്ലിയും മുളകും നല്ല വെയിലാണല്ലോ, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു 3 ദിവസം ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയത്. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും മുകളിൽ ടെറസിലാട്ടത് നല്ല ചൂട് കാരണം നല്ല പോലെ അങ്ങോട്ട് ഉണങ്ങി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞത് അപ്പോൾ മില്ലിലേക്ക് കൊടുത്ത് വിടുകയാണ് പൊടിച്ച് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ളതിൽ. നമുക്കൊരു തൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ ഉണക്കി പൊടിപ്പിച്ചത്, അപ്പോൾ അതൊരു സന്തോഷമുണ്ട്. അപ്പോൾ ചെയ്യാത്തവർക്ക് ഇതുപോലെ ചെയ്യാം, അതിനാണ് ഞാൻ കാണിച്ച് തന്നത്. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സീൽ ചെയ്ത് സ്റ്റോറും ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.